അനു അനീഷ് എന്തിട്ട് ക്ലാസ്സിന് വരാഞ്ഞിനി? അനു ഇന്നലെ ഉറങ്ങാൻ നേരം പോയി കടന്ന്. പിന്നെ അനുവിന്റെ ഓരോ കാര്യമെല്ലാം ആലോചിച്ചിട്ട് ഉറക്കം വന്നിട്ടില്ല. അതുകൊണ്ടാ വരാഞ്ഞി? ഉറങ്ങി എണീക്കുമ്പോ തന്നെ ഏതാണ്ട് 8:30 കഴിഞ്ഞിന്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അനുവിന്റെ നീറ്റലെല്ലാം വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അന്നെ കൊണ്ടല്ലേ ശ്രദ്ധിക്കായിട്ടല്ലേ ഞാൻ ഇങ്ങനെ വിചാരിച്ച് കിടന്ന് ഉറങ്ങാൻ ലേറ്റ് ആയി. പിന്നെ അങ്ങോട്ട് അനുവിന്റെ നീറ്റല് പോയിനാ കുറച്ചും കുറഞ്ഞിനി. പിന്നെ എങ്ങനെ പോയ എന്താ വെറുതെ ചെയ്തിനാ? ഞാനിങ്ങനെടാ പിന്നെ മാറായിട്ട് പിന്നെ വെളിച്ചെണ്ണേന്റെ അടുത്ത് പെരട്ടി. വെളിച്ചെണ്ണ വരട്ടീനാ? വെളിച്ചെണ്ണ വരട്ടി മാറുവാ? നമ്മള് എരിവുള്ളെടുക്ക വെളിച്ചെണ്ണ വരട്ടൂലേ? കൈക്കെല്ലാം എരിവുണ്ടായല്ലോ. അപ്പൊ എല്ലാം അറിയാല്ലേ അനുവിന്? ഒന്നും അറിയാനുള്ളത് മുളക് കൈക്കലായ നമ്മള് പണ്ടേ വെളിച്ചെണ്ണ എടുത്ത് പുരട്ടുന്നല്ലേ. അല്ല എന്നാലും എല്ലാ സ്ഥലത്തും അങ്ങനെ പുരട്ടാൻ പറ്റുമോ? തൊലിയുള്ളടിക്കെല്ലാം പുരട്ടാം. ഞാനെന്നിട്ട് രാവിലെ നേരം പോയിട്ട് പിന്നെ ഞാനാ വെപ്രാളായി എണീറ്റ്. അപ്പോഴേക്കും മേസറിയും വിളിക്കുന്നു. എന്നിട്ട് അപ്പോൾ പണിക്ക് പോയി. എന്നിട്ട് ഞാൻ അനുവിനിപ്പം വിളിക്കണമെന്ന് ചോദിക്കുന്നു. ഉച്ചയില്ലേ വൈകുന്നേരയിലൂടെ വരണമെന്ന് ചോദിക്കേ. വൈകുന്നേരം വരണ്ട, ഇന്ന് വരണ്ട. എന്താ നീറ്റില് മാറാത്തോണ്ടാ? നീറ്റില് അങ്ങനെയല്ല, ഇന്ന് മതി. എനിക്ക് ഇന്നലെ ഓർത്തിട്ട് തന്നെ പേടിയാണ്. ശരിയപ്പ അനുവിന് മടുത്ത്. അനക്കിപ്പം മടുക്കാണ്ടായി കേട്ടോ. അപ്പൊ അനുവിന് മടുത്തല്ലേ? മടുത്തിട്ടല്ലടാ. അല്ല ഇന്നലത്തെ അതൊന്ന് ശരിയാട്ടെ വിചാരിച്ചിട്ടാ. ഇന്നലത്തെ ക്ഷീണമെല്ലാം ഉണ്ടാവല്ലേ? നീറ്റല് മാത്രമായിരിക്കുമല്ലോ, ക്ഷീണം ഉണ്ടാവൂല്ലോ അല്ലേ? ഇന്നലത്തെ നീറ്റല് മാത്രല്ല മോനെ, ക്ഷീണവും ഉണ്ട്. എല്ലാം ഒന്ന് മാറിയിട്ട് വന്നാ മതി. എന്തെല്ലാം ഇന്നലെ ചെയ്യിച്ചിന്. പിന്നെ ക്ഷീണമില്ലാണ്ട് നിൽക്കണ്ടേ? ചേച്ചിയുടെ ഓർമ്മിക്കുമ്പോ ഇപ്പൊ ഒന്നും പറയണ്ടേ? ഉള്ളിലൊരു പിന്നെ നിന്നെ ഇന്നൊരാള് എന്നോട് ചോദിച്ചല്ലോ. അന്നെ ചോദിക്കാൻ? അതാരാ? അത് ഒരാള് എനിക്ക് അറിയായിരിക്കും. അന്നെ പരിചയമുള്ള അനുവിനറിയണ്ടേ? നമ്മളെ ക്ലാസ്സിന് വരുന്ന. ക്ലാസ്സിന് വരുന്നേ? അതാരാ? ശ്രുതി. ശ്രുതിയാ? രാവിലെ ക്ലാസ്സിന് വരുന്ന 4 കുട്ടികളുണ്ടാകത്തുള്ള ഒരാളാ? അപ്പൊ അതെല്ലാം അറിയാല്ലേ? അല്ല അതെന്റെ മുമ്പിൽ നിങ്ങൾ വന്ന് ഇറക്കുന്നില്ലേ? അതല്ല, അനക്ക് ഞാൻ പേര് പോലും അറിയില്ല. ശ്രുതി എന്ന് പറഞ്ഞാൽ അതേതാ കുട്ടി? അതെല്ലാം ഉണ്ട്, എനിക്കറിയാം. നിന്നെ നന്നായിട്ട് അറിയാം. എന്നോട് ചോദിച്ചു അയാളൊക്കെ ക്ലാസ്സിന് വരത്തില്ലേന്ന് ചോദിച്ചു. അന്നെ നന്നായിട്ട് അറിയാം, പിന്നെ ക്ലാസ്സിന് വരത്തില്ലേന്ന് ചോദിക്കുവോ? നല്ല ഒലിപ്പില്ലാന്നല്ലേ ചോദിച്ചത് നിന്നെപ്പറ്റി. എനക്കറിയില്ല കേട്ടോ. എന്നാല് നീ ഞാനില്ലാതെ പോകാൻ പറ്റിക്കുന്നുണ്ടാ? ഇല്ലാന്ന് എനക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒപ്പരൊന്നും ക്ലാസ്സിനുള്ള കുട്ടിയല്ലല്ലോ. ഞാനില്ലാതപ്പോ നിങ്ങൾ രണ്ടാളും തമ്മിൽ വേറെയൊന്നും ഇല്ലല്ലോ? അതെന്തായാലും അങ്ങനെ ചോദിക്കുന്നു. അല്ല അതേതാ കുട്ടീന്ന് പോലും എനക്കറിയില്ല. എനിക്കറിയാം, എനിക്കും അറിയാം, ഓക്കും അറിയാം. എന്റെ ഓളെന്നാ ചോദിച്ചേ? എന്നോട് പറഞ്ഞ് അനീഷ് ഇപ്പം ക്ലാസ്സിന് വരത്തില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് അനുവോ? അനുവെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വന്നിട്ടില്ലാന്ന് പറഞ്ഞു. അല്ല ഞാൻ ഇതുവരെ അവരോട് സംസാരിച്ചിട്ട് പോലുമില്ലല്ലോ. അന്ന് ആദ്യം അന്നേരം കുറച്ച് ദിവസം സംസാരിച്ചിന്, അടുത്ത് കണ്ടേരോ. അത് ഡ്രൈവിങ്ങിനെ പറ്റിയും ക്ലാസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചത്. പേരൊന്നും അറിയില്ല, അന്നേരം സംസാരിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചായിരിക്കും. എന്നാല് അതൊന്നുമല്ല, എന്നോട് എന്തോ ഒരു ചാട്ടം ഉണ്ട്. എന്നോട് ചാട്ടും? ഞാൻ പറഞ്ഞില്ലേ ആകപ്പാട് എന്നോട് ഒരു ചാട്ടം കാണിച്ചത് അനുവാണ്. അത് മാത്രല്ല, അല്ല ഇനി ഞാൻ പഠിപ്പിച്ച വിദ്യ ഒന്നും എടുത്തിട്ട് അവളൊക്കെ പ്രയോഗിക്കൂലല്ലോ. അയ്യോ, അങ്ങനെ ഇപ്പൊ എല്ലാരും അങ്ങനെ വരുവോ? അവളെ സംസാരവും പെരുമാറ്റെല്ലാം കണ്ടിട്ട് അങ്ങനെയാ തോന്നിയേ.
ആദ്യം എന്നാ പറഞ്ഞേ? അത് കേൾക്കാൻ എന്താ ഇൻട്രസ്റ്റ് അല്ലേ? എന്നെ പറ്റി ഒരാള് ചോദിച്ചെന്ന് പറയുമ്പോ എനക്ക് പറയാൻ വേണ്ടി. ഇതന്നെയാ ചോദിച്ചത്. എന്ന് ഇപ്പൊ അനീസ് ക്ലാസ്സിൽ വീട്ടില് പിന്നെ ഒന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച്. പിന്നെ പേരെല്ലാം അറിയാ, നീ വരാത്തതും അവള് ശ്രദ്ധിക്കുന്നുണ്ട്. പേരല്ല അന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ? എനക്ക് ആ കുട്ടീന്റെ പേരൊന്നും അറിയില്ല, ഓർമ്മയൊന്നുമില്ല. അതിന് വിചാരിക്കണ്ട, വേറെ ഒന്നും വിചാരിക്കണ്ടേ. അമ്മ എന്നെ വിട്ടിട്ട് പോവോ? അങ്ങനെയൊന്നുമില്ല. ഏത് കുട്ടിയായില്? 4 കുട്ടികളില്ലേ? നാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, ഇപ്പൊ മനസ്സിലാവുമല്ലോ. അറിയില്ലെങ്കിൽ പരിചയപ്പെടുമൊന്നും വേണ്ട. അതെല്ലാം വെറുതെ. എന്നിട്ട് അനു തന്നെ എന്നാ പറയാനാ പരിചയപ്പെടുത്തി? പരിചയപ്പെട്ടാലും വേണ്ടേ? എന്നെ പറ്റിച്ച് പോവാണ്ടെന്നാ പോരെ? ഞാനടിമൂല, ഞാനിനി ആകപ്പാടെ പോന്ന ഗൾഫിലും മാത്രം. നീ അവളെ കണ്ടിട്ട് കല്യാണം കഴിക്കണോ തീരുമാനിച്ചാലോ? കല്യാണം കഴിക്കാതെ പെണ്ണാത്? അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. പിന്നെ നന്നായിട്ടറിയാം. അതിന് മാത്രം വെറുതെ ചോദിച്ചായിരിക്കും എന്നോട് എന്തെങ്കിലും ചോദിക്കണ്ടേ വെച്ചിട്ട്. എന്നോട് ലോകം പറയുമ്പോൾ ചോദിച്ചായിരിക്കില്ലേ? അല്ല, എന്നിട്ട് ഇത്ര ദിവസം ചോദിച്ചിട്ടില്ലല്ലോ. വെറുതെ ചോദിക്കാനൊന്നല്ല, അത് വെറുതെയുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഒരു ചോദ്യത്തിന്റെ ഒരു ഒലിപ്പിലെല്ലാം കാണുന്നു. അല്ല അതുപോട്ട് അത് വെറുതെ ചോദിച്ചായിരിക്കും. ഇത് പറ ഇനി. അപ്പൊ നാളെ ഇന്ന് വരണ്ട? ഇന്ന് വരണ്ട, അതാ നല്ലത് തോന്നുന്നു എനക്കും എനിക്കും. രണ്ടാക്കും അതാ സുഖം. നാളെ ആയാലോ? നാളെ ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ട് പറയാ. ഇതിപ്പോ ഞാൻ വേറെ എവിടെയെങ്കിലും പോണ്ടി വരുവാനു? നാളെ നീ ക്ലാസ്സിന് വരൂലേ? അപ്പൊ പറഞ്ഞപ്പോഴേ. ക്ലാസ്സിന് വരൂ. അല്ല, അനുവിന് ഇങ്ങനെ തോന്നുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇന്ന് വരണ്ടെന്നെല്ലാം പറയുന്നു. നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. എനിക്ക് ഇപ്പൊ റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ, ഞാൻ പണിക്ക് പോയിട്ടില്ലേ. അല്ല, രാത്രി. രാത്രി റെസ്റ്റ് എടുക്കും. പക്ഷെ അനുവിനെ ഓർമ്മിച്ചിട്ട് ഇങ്ങനെ കിടക്കൂല്ല. കിടന്നു. ഇനി അന്യല്ലാണ്ട് വേറെ ആരെങ്കിലും ഓർമ്മിക്കുവോ? അങ്ങനെ ആരും ഓർമ്മിക്കാനൊന്നുമില്ല, പറഞ്ഞില്ലേ. അനുവല്ലേ പിന്നെയും പറയാരെങ്കിലും ഓർമ്മിക്കുവാ? ഞാൻ ഇവിടെ നിന്നിട്ട് ഓർമ്മിച്ചിട്ട് എന്ത് കാര്യവും? നാട്ടിലുള്ളതല്ലേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നാളെ ഞാൻ നോക്കട്ടെ. എന്ത് ക്ലാസ്സിന് വന്നുള്ള പറയാ? എന്നിട്ട് പറയാ. ആരുമായിട്ട്? പെണ്ണിനെ നോക്കല്. ഞാൻ നോക്കണമെന്നില്ല, ഒപ്പരം അതിനോ പഠിപ്പിക്കില്ലല്ലോ. പറഞ്ഞോണ്ട് ഇനി നീ പ്രത്യേകിച്ചിട്ട് നോക്കുമല്ലോ. ഇല്ല, അങ്ങനെ നോക്കുന്നില്ല. അനു പറഞ്ഞ് പരിചയപ്പെടുത്തി തരാം, എനക്ക് പരിചയപ്പെടുന്നു വേണ്ട. അനു ഇനി വേറെ ഒന്നും അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ പറയണ്ടെന്നാ മതി കേട്ടാ. ഇതൊന്നും ഇനി പോയിട്ട് പറയുമ്പോൾ ഇവരോടൊക്കെ പറഞ്ഞേക്കേ. ഞാൻ പറയുന്നില്ല. അയ്യേ, എനക്കന്നെയല്ലേ വരുമ്പോ ഇങ്ങനത്തെ കാര്യം എല്ലാരും പറയാനും. അതിനു പറയുമ്പോൾ എല്ലാരോടും ഞാൻ ആരോട് പറയല്? അതിനു എന്നോട് മറ്റേ അയാളെല്ലാം പറഞ്ഞില്ല, അതുപോലെ ഇപ്പൊ എല്ലാരും പറയുവോ? നിന്നെ പറ്റിട്ട് ആരോടും പറ്റില്ലല്ലോ. എന്നെ പറ്റിട്ട് പറയല്ലേ, ചോദിച്ചോണ്ട് പറഞ്ഞല്ലേ. അല്ല, അതിനും ഓപ്പൺ ആയിട്ട് പറഞ്ഞോണ്ട് എനക്കൊരു പേടി. ഞാൻ പറയില്ല, നീ പറയണ്ടെന്നാ. ഞാൻ പറയൂല. പറഞ്ഞാൽ എനക്കന്നല്ലേ മോശം, ഇത് എന്റെ നാടല്ലേ, ഒരാള് വിചാരിക്കൂലേ. പിന്നെയുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ഉണ്ടാവൂല കേട്ടാ അവര്.
ഫ്രണ്ട്ഷിപ്പ് ഞാനായിട്ടൊന്നുമില്ല. ഉം. എന്നോട് ചോദിച്ചല്ലേ ഉള്ളൂ. അത് നിന്നെ അറിയുന്നോണ്ടല്ലേ ഇവിടെ ചോദിച്ചിട്ടുണ്ടാവോ? ഇനി അനു വിചാരിക്കും പോലെ ഓളും എന്നെ പറ്റി വിചാരിക്കുന്നുണ്ടാവും ഉം. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും. അല്ല, പെണ്ണുങ്ങളെല്ലാരും ഇങ്ങനെ വിചാരിക്കുവാ? ഉം. അതെനിക്ക് അറിയില്ലല്ലോ. അതുവരെ ചോദിക്കുന്നതിനാ. ഞാൻ ഇതുവരെ ആയിട്ട് ചോദിച്ചിട്ടല്ല ആരെ നീ എന്നെ പറ്റിയിട്ടു. കല്യാണം കഴിക്കാനായിട്ടും ചോദിക്കുന്നതായിരിക്കും. അത്രക്ക് കാണാൻ കോണൊന്നുമില്ലല്ലോ അനു ഞാൻ. എന്നെ കാണാൻ ഗുണമില്ലാന്ന് എനിക്ക് തോന്നുന്നില്ലേ? കാണാൻ എന്തിനല്ലേ ഗുണം? ഉം. അതിന്റെ ആവശ്യമില്ലല്ലോ. അനുവിനെ പോയാണെങ്കിൽ ആവശ്യമൊന്നുമില്ല. ഇല്ല, നിന്നെ മോശമുണ്ടെന്ന് ആരാ പറഞ്ഞു? എനിക്ക് തന്നെ തോന്നിയല്ലേ. നിന്റെ ഇത്. ഇപ്പൊ രാവിലെ നാളെ എന്തായാലും വരുവേ? നാളെ തന്നെ. വൈകുന്നേരം വെറുതെയിലോട്ട് വരണ്ടല്ലോ പണി കഴിഞ്ഞിട്ട് പോകുമ്പോ? അയ്യോ വേണ്ട, വെറുതെ വന്നിട്ടെന്താ വേണ്ടേ? വേണ്ട, ചായ കുടിച്ചിട്ട് പോവാനാ? വെറുതെയിലോട്ട് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് വേണ്ട. രാവിലെ കാണൂലേ പിന്നെ നീ? വേണ്ട, ഇനി വന്നിട്ട് ആദ്യം അനുവിന് നീറ്റല് വന്നിനെ കയ്യല്ല. ഞാനും ഇപ്പൊ മൊത്തത്തില് അനുവിനെ കാണി മോശമായിട്ടുള്ള. നിനക്ക് മനസ്സിലായി. ഞാൻ രാവിലെ കാണാൻ പണി തുടങ്ങാനേ.